നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ലീക്കായതിന്റെ പേരിൽ ഒരു രാജ്യത്തിന്റെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ നീറ്റ് എക്സാമിന് ഇത്ര പ്രാധാന്യം? എന്താണിത്? അതിനെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. കഴിഞ്ഞ 2026 നീറ്റ് എക്സാമിൽ ഒന്നാമത്തെ പരീക്ഷയിൽ 22 ലക്ഷത്തിലധികം കുട്ടികളാണ് അപ്പിയർ ചെയ്തത്. അതായത് ഡോക്ടർ ആവാൻ വേണ്ടി, MBBS സീറ്റ് ലഭിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ രാജ്യത്തുള്ള 1,36,000 MBBSന്റെ മെറിറ്റ് സീറ്റിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണിത്. അങ്ങനെ വരുമ്പോൾ 22 ലക്ഷത്തിലധികം ആളുകൾ ഇത് പരീക്ഷ എഴുതി. അതിൽ ഏതാണ്ട് 11 ലക്ഷത്തിനടുത്ത ആളുകൾ ക്വാളിഫൈ ചെയ്തു. അവർക്ക് മാത്രമേ ഇനി സ്വദേശത്തും വിദേശത്തും പോയിട്ട് MBBS പഠിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് പറ്റില്ല. അത് 50% അവർ ക്വാളിഫൈ ചെയ്തു. ഈ ക്വാളിഫൈ ചെയ്ത 11 ലക്ഷം കുട്ടികളിൽ 1,36,000 കുട്ടികൾക്ക് മാത്രമേ സീറ്റ് ഉള്ളൂ. അപ്പോ നമ്മൾ മറ്റ് ഡിഗ്രികളെ പോലെയോ അല്ലെങ്കിൽ മറ്റ് എക്സാമിനേഷനെ പോലെ അല്ല ഇത് റാങ്ക് അടിസ്ഥാനത്തിലാണ്. അതായത് ഈ 1,36,000 കുട്ടികൾക്ക് മാത്രം സീറ്റ് ലഭിക്കുമ്പോൾ ഈ 11 ലക്ഷം ക്വാളിഫൈഡ് ആയ ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് അവർക്ക് സീറ്റുകൾ ലഭിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പേപ്പർ ചോർച്ച വന്നാൽ ആ പേപ്പർ വാങ്ങിയ കുട്ടികൾ, അത് എഴുതിയ കുട്ടികൾ, അതിൽ പാസ്സായ കുട്ടികൾ മേലെ വരികയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് രാവും പകലും അങ്ങനെ അധ്വാനിച്ച് പഠിച്ച് പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ ഇരിക്കുന്ന കുട്ടികൾ റാങ്കിന് താഴെ പോവുകയും ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ അവർ താഴെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതല്ല, മറ്റ് ഡിഗ്രികളിലൊന്നും അങ്ങനെ ഒരു വിഷയമില്ല. ഇതിൽ ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഇപ്പൊ 1,36,000 ഈ ചോദ്യപേപ്പർ ലീക്ക് ആയതുകൊണ്ട് ഒരു 10,000-50,000 കുട്ടികൾ ഇത് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ 10,000-25,000 കുട്ടികൾ വാങ്ങിച്ച് എഴുതി അവർ പാസ്സായി കഴിഞ്ഞാൽ ഇതിന് താഴെ ശരിക്കും പഠിച്ചിട്ട് അംഗീകാരത്തോടു കൂടി വരേണ്ട കുട്ടികളുടെ അവസരം അവിടെ നഷ്ടപ്പെടുന്നു. ജീവിതം അവരുടെ വഴിമുട്ടുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് തോന്നിയത് ഇനി ഒന്നും നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റില്ല. മാസങ്ങളോളം, വർഷങ്ങളോളം, ഒരുപക്ഷെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ്സിൽ, ഇപ്പോഴത്തെ എക്സാമിന് നമുക്കറിയാം എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് 7ാം ക്ലാസ് മുതൽ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവരെ പഠിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഒരു കുട്ടി എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിൽ ഞാൻ തോറ്റുപോകും, ആ തോൽക്കുന്നത് എന്റെ കുഴപ്പം കൊണ്ടോ അതല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ അല്ല, മറിച്ച് ഇതിലൊരു വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്, ഇതിലെ പേപ്പർ ലീക്ക് ആയതുകൊണ്ട് കഴിവില്ലാത്ത, അതുപോലെ തന്നെ അതിന് അർഹതയില്ലാത്തവര് ആ സീറ്റിലേക്ക് കയറി വന്ന് ഡോക്ടർ ആവുമ്പോൾ നമുക്കറിയാം അവിടെ ബലിയാടാക്കപ്പെടുന്നത്, രക്തസാക്ഷിയാക്കുന്നത് സാധാരണ വീട്ടിലെ കുട്ടികളാണ്. വലിയ പണക്കാരുടെ അല്ലെങ്കിൽ നല്ല സമ്പന്നരുടെ കുട്ടികൾക്കൊക്കെ വിദേശത്ത് പോയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാം. അതല്ലെങ്കിൽ ഓട്ടോണമസ് മെഡിക്കൽ കോളേജുകൾ അവർക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സാധാരണക്കാരായ കുട്ടികൾ എൻട്രൻസിന്റെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞിട്ട ആ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ കണ്ണീരാണ് ഈ കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോക്രോച്ച് പാർട്ടി ഒരു സംഭവം വരികയും അത് ഇത്രയും അധികം ജൻസികളിൽ ആ സ്വാധീനം ചെലുത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അത് നമ്മൾ ഇനിയും ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തായാലും ആ സമരം ചെയ്ത് അവർ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ: 1, രാജിവെക്കുക; 2, ഈ പറഞ്ഞ കുട്ടികളെല്ലാം അവർക്ക് എന്ത് കേസുകൾ ഉണ്ടെങ്കിലും ഈ കേസുകളിലൊന്നും ഇവരെ പങ്കിട്ട് ചേർക്കരുത്, ഈ കേസുകളിൽ നിന്നെല്ലാം ഒഴിവാക്കണം; 3ാമത്തത്, ഇതിൽ 16ഓളം ഇതുപോലെയുള്ള ജൻസി കുട്ടികൾ പരീക്ഷ എഴുതി തോക്കുമെന്ന് ഭയന്ന് തോറ്റ് കിട്ടാത്ത ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ജീവന് അറ്റ്ലീസ്റ്റ് അവരുടെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും കൊടുക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ജൻസിയെ ജനങ്ങൾ നോക്കിയത്. നിങ്ങൾക്കറിയാം അവിടെ നടന്ന കാര്യങ്ങളും ബാക്കിയെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എല്ലാവരും ദിവസം കാണുന്നതാണ്. ഇതാണ് നീറ്റ് എക്സാമിലെ പേപ്പർ ചോർച്ച ഇത്രയും വലിയ ഒരു സംഭവമായി മാറാനുള്ള കാരണം. എന്തായാലും നമുക്ക് പ്രതീക്ഷകളോടെ നിലനിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇനി നീറ്റ് എക്സാം തോറ്റാലും MBBS കിട്ടിയില്ലെങ്കിലും ഇനി എഞ്ചിനീയർ ആയില്ലെങ്കിലും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. ജീവിതം നിറയെ അങ്ങനെ കിടക്കുകയാണ്. ഈയിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഓണറെ ഞാൻ പരിചയപ്പെട്ടു. അവരെന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ MBBSന് പഠിക്കാൻ വേണ്ടി എൻട്രൻസ് എഴുതി എനിക്ക് കിട്ടിയില്ല. എന്നെ അത് തിരിച്ച് വേറെ കോളേജിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായില്ല. അങ്ങനെ അവസാനം നഴ്സിംഗ് പഠിച്ച് ദുബായിലെത്തി ജോലി കിട്ടി. പക്ഷെ അതിൽ എനിക്ക് താല്പര്യം അങ്ങനെ വലിയതായിട്ട് എനിക്ക് പാഷനേറ്റ് അല്ലാത്തത് കൊണ്ട് കുറച്ച് ഞാൻ വേറെ ജോലിക്ക് ചെയ്തു. ഇപ്പം ഞാനൊരു റിയൽ എസ്റ്റേറ്റിന്റെ ഉടമയായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ ബിസിനസ്സിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും പൊലിയുമ്പോൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ എവിടെയെങ്കിലും കൈവിടിയുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ കാത്ത് ഇതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റീസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആത്മഹത്യയോ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതം കളയരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, ഉറച്ച് വിശ്വസിക്കുക, അപ്നാ ടൈം ആയേഗ, നിങ്ങളുടെ സമയം വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജൻസി. ദേ ആർ ദ പ്രസന്റ് ആൻഡ് ദേ ആർ ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. മുനീർ അൽ വഫ വിത്ത് ലവ്.